الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായിട്ടല്ലാതെ മരണപ്പെടാവുന്ന സാഹചര്യങ്ങളെ ഭയപ്പെടുവാനും അകന്നു നിൽക്കുവാനും കഴിവത് ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു ദീർഘമായൊരു മാസം അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഖുർആനിൻ്റെ തേജസ്സും മഹിമയും അതിൻ്റെ പ്രകാശവും മനുഷ്യവംശത്തിൽ വ്യാപിപ്പിക്കുകയും വിശ്വാസികളുടെ ഹൃദയത്തെ തരളിതമാക്കുകയും ചെയ്ത വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണത കൊണ്ട് ധന്യമായ ഒരു മാസത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏതാണ്ട് അതിലെ അവസാനത്തെ ജുമുഅയ്ക്കുമാണ് ഇന്ന് നമ്മൾ ഇരിക്കുക. ഭാഷാപരമായും ആത്മീയ സത്തയുടെ വെളിച്ചത്തിലും ഇബ്നു നബാത്തുൽ മിസ്ർ റമളാനിൻ്റെ അവസാന വെള്ളിയാഴ്ച വിശുദ്ധ റമളാനിന് സലാം പറഞ്ഞയക്കുന്ന ഒരു ഖുത്ബ നിർവഹിക്കാറുണ്ടായിരുന്നു ഇബ്നു നബാത്തുൽ മിസ്രി. അദ്ദേഹത്തിൻ്റെ ആ ഖുത്ബയുടെ സമാഹാരമാണ് ഏതാണ്ട് ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും വെള്ളിയാഴ്ച ഖുത്ബയായി ഉപയോഗിക്കുക. അതാണ് നമ്മൾ നബാത്തി ഖുത്ബ എന്ന് പറയുന്നത്. അതൊരു അറബിയിലുള്ള പ്രസംഗത്തിൻ്റെ സമാഹാരമാണ്. ഉറുദുവിലുള്ള ഒരു പ്രസംഗത്തിൻ്റെ സമാഹാരമാണ് ഖുത്ബാത്ത്. സയ്യിദ് മൗദൂദി സാഹിബ് അവറുകളുടേതാണ്. അപ്പോൾ ഇബ്നു നബാത്തി ചെയ്തിരുന്നത് അത് വളരെ ഹൃദയഹാരികമാണ്. ആ സലാം അതിൻ്റെ ഓരോ ഫളിലുകളും എടുത്തു പറഞ്ഞ് അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ അഹ്ലൽ ഖുർആൻ, യാ ഷഹ്റൽ ഖുർആൻ, അസ്സലാമു അലൈക യാ ഷഹ്റത് തറാവീഹ്, അസ്സലാമു അലൈക യാ ഷഹ്റത് തൗബത്തി വൽ ഗുഫ്റാൻ. അങ്ങനെ അതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിച്ചിങ്ങനെ സലാം പറയുന്നതിൽ
അനുവാചകർ ഹൃദ്യമായ അനുഭൂതി തലത്തിലേക്ക് വന്നണയും. കാരണം ഒരു മാസത്തോടുള്ള വിട പറയലാണ് ആ സലാം. അങ്ങനെ ഒരു മാസം ഏതാണ്ട് നമ്മോട് വിട്ടുപിരിയുന്ന ഒരു സന്ദർഭമാണിത് എന്ന് ഉണർത്തിയപ്പോൾ ഓർമ്മ വന്നത് പറഞ്ഞതാണ് ഞാൻ. ഇവിടെ പരിശീലിപ്പിക്കപ്പെട്ട കുറേ പരിശീലനങ്ങളുണ്ട്. എല്ലാ പരിശീലനങ്ങളും നമ്മുടെ ജീവിത സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുന്നതായിരുന്നു. അച്ചടക്കത്തോടെ ബോധപൂർവം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിയന്ത്രണം വരുത്തി ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നതിന് വേണ്ടി യത്നിച്ച് സഹകരണ ജീവിത വ്യവസ്ഥയെ വിപുലപ്പെടുത്തി അങ്ങനെ പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകിയ ഒരു സന്ദർഭമാണ് ഈ റമദാൻ നമ്മളിൽ ഓരോരുത്തർക്കും. വിശുദ്ധ ഖുർആൻ സൂറ അൽ അൻകബൂത്ത്, അവിടെ അള്ളാഹു ഉണർത്തിയ ഒരു ആയത്ത് വ അഖിമിസ് സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വ അഖിമിസ് സ്വലാത്ത്. അപ്പോൾ ഇതൊരു പരിശീലനത്തിൻ്റെ അവസാന വാക്ക് ഒരു ഉപദേശമാണിനി. ഇതിങ്ങനെ പരിശീലിച്ചതാണ്. ഈ നമസ്കാരം എപ്പോഴും നിന്നെ വിലക്കിക്കൊണ്ടിരിക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചമായ നിന്ദ്യമായ സ്വഭാവങ്ങളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, പെരുമാറ്റങ്ങളിൽ നിന്ന്, ജീവിത ഇടപാടുകളിലെ നീചത്വത്തിൽ നിന്ന് ഈ നമസ്കാരം, ഇപ്പോൾ അനുഷ്ഠിച്ചു പോകുന്ന ഈ നമസ്കാരത്തിൻ്റെ ഫലവും ഗുണവും അനുഭവിക്കുക മാത്രമല്ല, ജീവിതത്തെ ക്രമീകരിക്കാൻ പഠിപ്പിച്ചു. അത് ജീവിതത്തിൽ ഇനി തുടർന്നും ഒരു സംരക്ഷണ വലയമായി തീരും. അതുകൊണ്ട് നീ നമസ്കാരം നിലനിർത്തുക. ലളിതമായ 2 വാക്കിലാണ് ഒരു മുഴുനീള ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു ഉൾപ്പെടുത്തി നമ്മെ അറിയിച്ചത്. വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിലുള്ള ദിക്ർ അത് ഏറ്റവും വലുതാണെന്നും ബോധ്യം വന്നു നമുക്ക്. ഏറ്റവും വലുതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാ നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പിന്നെ ദിക്ർ ഉണർത്തുന്നത്. ഫൈദാ ഖളൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും. അവിടെ അള്ളാഹു നമ്മെ ഉണർത്തിയതും ശാസിച്ചതും നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ നീ ഓർക്കുക, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു തലത്തിലൊരർത്ഥം കൂടിയുണ്ട്. നമസ്കാരം മുഴുവൻ അള്ളാഹുവിൻ്റെ മുൻപിൽ പൂർണ്ണ മനസ്സ് തുറന്ന്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണമായ ചിന്തയോടെ അള്ളാഹുവിൻ്റെ മുൻപിൽ സർവവും തുറന്നു പറഞ്ഞ് ചോദിച്ചതാണ്. അതിന് മുനാജാത്തുർ റബ്ബ് എന്നാണ് പറയുക. നമസ്കാരം മുനാജാത്താണ്. അള്ളാഹുവുമായി ഒരു ദാസൻ ചെയ്യുന്ന സ്വകാര്യമായ ബന്ധമാണ് നമസ്കാരം. അത് അവനും അവൻ്റെ റബ്ബും മാത്രമേ അറിയൂ. അങ്ങനെ ആ നമസ്കാരത്തിൽ നിനക്ക് പറയാനും ചോദിക്കാനുമുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയും നീ ആ ചോദ്യം തുടരുക. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നായി. അള്ളാഹുവിനെ സ്മരിക്കുക, അവനോട് ചോദിക്കുക. ഖിയാമൻ,
നിന്നും, വഖുഊദൻ ഇരുന്നും, വഅലാ ജുനൂബിക്കും കിടന്നുകൊണ്ടും. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ആ 3 വാക്കിൽ ഉൾക്കൊള്ളും. ഒന്നുകിൽ നിൽക്കുക, ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, വിശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുക, ഉറക്കവുമായി ബന്ധപ്പെട്ടാണ് നാം കിടക്കുന്നത്. സൂറ അൻ-നിസാ. റമളാനുമായി ബന്ധിപ്പിച്ചപ്പോൾ അള്ളാഹു ഈ നമസ്കാരത്തോടനുബന്ധമായി പഠിപ്പിച്ച ഈ വചനത്തെ എങ്ങനെയാണത് ക്രമീകരിച്ചത് എന്ന് നിങ്ങൾ നോക്കുക. വലിതുക്മിലുൽ ഇദ്ദ, എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ആയത്ത് കേരള പണ്ഡിത വിഭാഗം അതിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണാവില്ല. കാരണം നമ്മളിനി എത്രയധികം പഠിച്ച് ലോക ഗണിത ശാസ്ത്രത്തിൽ PhD എടുത്തിട്ട് കാര്യമില്ല. ദിവസം നിർണയിക്കുന്നത് ഞങ്ങളായതുകൊണ്ടും ആകാശത്തേക്ക് നോക്കിയായതുകൊണ്ടും ഈ വർഷം നമുക്ക് എണ്ണം പൂർത്തിയാവില്ല. ഞാൻ എൻ്റെ ഭാഷയിലാണിത് പറയണത്. കാരണം വെള്ളിയാഴ്ച പെരുന്നാളായാൽ നമുക്ക് 29 അവസാനിക്കും. അല്ലാത്ത എല്ലാ മിടുക്കന്മാരും ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ 30 നോമ്പ് എണ്ണം പൂർത്തിയാക്കും. തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ വലിതുക്മിലുൽ ഇദ്ദ, ഈ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ നേർമാർഗം കാണിച്ചു തന്നതിൽ അള്ളാഹുവിന് തക്ബീർ ചെയ്യുന്നതിന് വേണ്ടി, സ്തോത്രം സമർപ്പിക്കാൻ. നിങ്ങൾ ഇത്ര കൃത്യമായി ഈ ആഗോള ചലന വ്യവസ്ഥയുടെ സുസ്ഥിരത ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു എണ്ണം പൂർത്തിയാക്കാൻ പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലായി പോയതാണിതെല്ലാം. ഒരു 2 വർഷം മുൻപ് ഒരു ഖുത്ബയിൽ ഇത് പ്രതിപാദിച്ചതിന് ശേഷം പിന്നെ 2 ആളുകൾ, 2 കുടുംബം ഈ പള്ളിയിൽ വന്നിട്ടില്ല. കാരണം അവരുടെ അറിവാണ് ഞാൻ പറയേണ്ടതെന്നാണ്. അത്ര ധാർഷ്ട്യതയുണ്ട്. ഈ അഹങ്കാരമാണല്ലോ എല്ലാത്തിനും ഫത്വയ്ക്ക്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ എണ്ണം പൂർത്തീകരിക്കുക എന്നത് ഈ ആഗോള വ്യവസ്ഥ അത് സുസ്ഥിരമാണ്, സുനിശ്ചിതമാണ്. അതൊരു വിധിയുടെ അടിസ്ഥാനത്തിൽ പടച്ചവന്റെ ഖലാഉം ഖദറിനെയും ആശ്രയിച്ചിട്ടുള്ളതാണ്. യാസീൻ എപ്പോഴും ഓതാറുണ്ട്, കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ. യാസീൻ ഓതിയിട്ട് കാര്യമില്ലല്ലോ, അത് മനസ്സിലാകുകൂടി ചെയ്യണ്ടേ. എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചലനം അള്ളാഹു വ്യവസ്ഥ ചെയ്തതാണ്. ആ വ്യവസ്ഥ നിർണിതവുമാണ്. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ്സമാഇ വൽ അർള്. അത് ഉപരിലോകത്തും താഴെയും ഒരണു തൂക്കം മാറിപ്പോകൂല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരി 4 എല്ലാ ദിവസങ്ങളുടെയും എണ്ണം നിങ്ങൾ കലണ്ടറിൽ നോക്കണം. അത് ശനി 4 ഡേറ്റ് താഴോട്ട് കാണും, ഞായറും അങ്ങനെയാണ്, അങ്ങനെ അടുത്ത വെള്ളി വരെയും അങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ഈ 7 ദിവസത്തിൻ്റെയും എണ്ണം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു തീയതി വരണമെങ്കിൽ ഇനി 832 കൊല്ലം കഴിയണം. അപ്പോൾ നമ്മുടെ എത്ര തലമുറ കഴിഞ്ഞാലാണ് ഇതുപോലൊരു ഡേറ്റ് ശരിയായിട്ട് വരിക? അത്ര വ്യവസ്ഥാപിതമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു സൂര്യ ചന്ദ്രഗ്രഹണം ഉണ്ടായി. അത് ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ടാണ് ഗ്രഹണ നമസ്കാരം ഇല്ലാതിരുന്നത്. മറ്റ് ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക. ഇതൊക്കെ 100, 200, 500, 1000 കൊല്ലമോ മുൻപ് മനുഷ്യൻ അവനുജ്ഞാതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഗണിതം ചെയ്ത് കാലേ കൂട്ടി മാനവകുലത്തെ അറിയിച്ചതാണ്. അത്ര വ്യക്തവും സുതാര്യവുമാണ് ഈ വലിതുക്മിലുൽ ഇദ്ദ എന്ന് പറഞ്ഞ ഈ കാര്യം. പക്ഷേ നമുക്കെല്ലാം ഭയമാണ്.
അതാണ് അതിൻ്റെ ഒരു തകരാറ്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. ഇത്ര വലിയൊരു തെളിഞ്ഞ വഴിയിലേക്ക് അള്ളാഹു നിങ്ങളെ പാത നയിച്ചു വെട്ടിത്തുറന്നു തരികയാണ്. സൂറത്തുൽ ബലദ് ആരംഭിക്കുന്നത് സത്യത്തിൻ്റെ വാചകത്തോടെയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ സൂറ ആരംഭിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് നിനക്ക് തന്നില്ലേ, വലിസാനൻ ഒരു നാവ്, വശഫത്തൈനി രണ്ട് ചുണ്ടുകൾ, വഹദൈനാഹുൻ നജ്ദൈൻ ഉയർന്ന് തെളിഞ്ഞ രണ്ട് വഴികളും ബോധ്യപ്പെടുത്തി തന്നു. അത് ഔന്നത്യത്തിൻ്റെ ആണ്. അറിവുകളെല്ലാം അങ്ങനെയാണ്. ഇതെല്ലാം നിനക്ക് തന്നതല്ലേ. ഫലക്ക് തഹമൽ അഖബ, എന്താ ഒരു ഞെരുക്കം അനുഭവിക്കാൻ തയ്യാറാകാത്തത്? മലമ്പാത എന്താ കയറാത്തത്? എന്താ കൊടുമുടി കീഴടക്കാത്തത്? ഒമാ ദിറാക്കമൽ അഖബ, ഈ ഭാരം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, ദാരിദ്ര്യമുള്ള നാൾ, ഏറെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റുക, ഭക്ഷ്യം നൽകുക. ഇതാണ് ഖുർആൻ അവിടെ ഉണർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞത്, മനുഷ്യന് അറിയാവുന്നതിൻ്റെ അറിവിൻ്റെ വഴികളെ ഉദാരവൽക്കരിച്ചു, ലളിതമാക്കി, വളരെ കൃത്യതയാർന്ന രൂപത്തിലാക്കി, തെളിഞ്ഞ വഴിയായി പഠിപ്പിച്ചു എന്നൊക്കെയാണ് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞത്. കൂടുതൽ നിങ്ങൾ ഖുർആനിൻ്റെ വിശദീകരണമൊക്കെ വായിക്കുക. വലിതുക്മിലുൽ ഇദ്ദ, അങ്ങനെ എണ്ണം പൂർത്തിയാവും. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ അള്ളാഹുവിൻ്റെ നാമം വാഴ്ത്തുന്നതിന് വേണ്ടിയാണ്. ഈ റമദാൻ സൂറ അഹ്സാബിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെയാണ് ഈ നമസ്കാരത്തിൻ്റെ ചിട്ടയും ഫലവും ഗുണവും അനുഭവിപ്പിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്മരിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ അഹ്സാബ് സൂറയിലേക്ക് നമ്മൾ വന്നാൽ, വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അളീമാ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുകയും അവനോട് ചോദിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, അള്ളാഹു അവർ ഇരുവർക്കും കരുതിയിരിക്കുന്നു. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ, പാപമോചനൻ, വഅജ്റൻ അളീമ, മഹത്തായ പ്രതിഫലവും. ഇത് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തി അതിൻ്റെ ഫലം ജീവിതത്തിൽ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ പോന്ന തരത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് മാറ്റിയെടുക്കേണ്ടതാണ് എന്നാണ് ഇന്നേ ദിവസം എല്ലാവരെയും ഉണർത്താനുള്ളത്. ഈ നോമ്പെടുത്ത് നമസ്കരിച്ച് ഒക്കെ വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ വലിയൊരു മാറ്റം വേണം. നിന്ദ്യമായ എല്ലാ സ്വഭാവവും വെടിയണം, നീചമായ എല്ലാ പെരുമാറ്റ പ്രവൃത്തികളും ഒഴിവാക്കണം. എന്നിട്ട് അന്യോന്യം വിശ്വാസവും ബഹുമാനവും വച്ച് പുലർത്തണം. ഏത് നല്ല കാര്യത്തെയും നല്ലതാണെന്ന് പറയുന്നതിൽ ധീരത കാണിക്കണം. ഇപ്പം മുസ്ലിമീങ്ങൾക്ക് കഴിയാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ ആളുകളാണെങ്കിൽ എല്ലാം ശരിയാണ്, അല്ലാത്തവരെന്ത് ശരി പറഞ്ഞാലും തെറ്റാണ്. നിങ്ങളതൊന്ന് ഒറ്റ സെക്കൻഡ് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരേ ആയത്തായിരിക്കും ഓതിയത് നമ്മുടെ പാർട്ടിയാണെങ്കിൽ അത് ശരിയാണ്, ആ പറഞ്ഞതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല, അത് കേൾക്കാനേ പാടില്ല. ഇതാണ് ഇന്ന് മുസ്ലിം സാക്ഷരവരായ മുസ്ലിം നവോത്ഥാന നായകരുടെ ഇടയിൽ പോലുമുള്ള വേർതിരിവ് അങ്ങനെയാണ്. അതിനോടാണ് നമ്മൾ മത്സരിക്കുക. അങ്ങനെയല്ല. ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങൾ
ഖുർആനിലെ ഏതൊരു കലിമയും വളരെ ശരിയാണത്. അത് സത്യസന്ധമാണ്. അതിൽ യാതൊരു നീക്കുപോക്കുകളുമില്ല. ആരെവിടെ പറഞ്ഞാലും അത് സത്യമാകുന്നു എന്ന് പറയാനുള്ള ഒരാർജവം മുസ്ലിം ലോകം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ വളരെ ഒരു ഇതായിട്ട് വരും. ഞാനൊരു ഉദാഹരണം പറയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അലൈഹി റഹ്മ, അത് അദ്ദേഹം അറിയപ്പെടാത്ത ആരും ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് അത്ര പ്രസിദ്ധനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ജയിൽവാസം അനുഭവിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. ജയിലിൽ അടയ്ക്കപ്പെട്ട് കൽത്തുറങ്കലിൽ എല്ലാ പീഡനവുമേറ്റ് വർഷങ്ങളോളം കഴിച്ചുകൂട്ടിയ ഒരു ലോക മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ എല്ലാ നവോത്ഥാന ശില്പികളുടെയും നായകൻ, ലോകമെമ്പാടുമുള്ള. പിന്നീട് വന്ന എല്ലാ ഇമാമുകളുടെയും ഇമാം അദ്ദേഹമാണ്. റിഹ്ലയിൽ ഇബ്നു വർദി ഹറമിൻ്റെ അരികിൽ വച്ച് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അറിയാതെ പറഞ്ഞു പോയ ഈ മഹാപുരുഷനെ കണ്ടിട്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് പറഞ്ഞ ഒരു 3-4 വരികളുണ്ട്. ഇന്നബ്ന തൈമിയ്യത ഫീ കുല്ലിൽ ഉലൂമി ഔഹദു അഹ്യൈത ദീന അഹ്മദിൻ വശറഅഹു യാ അഹ്മദു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ലോകം മുഴുവനും ഒരു വിജ്ഞാന സാഗരമാണെങ്കിൽ അതിൻ്റെ ഉപരിഭാഗത്തുള്ള ഏറ്റവും ആഴമേറിയ ഒരു പരപ്പിൻ്റെ അധിപനാണ് ഇബ്നു തൈമിയ്യ. മുഴുവൻ അറിവുകളുടെയും കേളീരംഗം. നബിയുടെ അഹ്മദ് അലൈഹിസ്സലാം പ്രവാചകന്റെ ദീനിനെ ഹയാത്താക്കിയ ആള്. എല്ലാ രാജാധിപത്യത്തിൽ നിന്നും, ഏകഛത്രാധിപന്മാരിൽ നിന്നും, തന്നിഷ്ടക്കാരിൽ നിന്നും, എല്ലാവിധ വലാലത്തുകളിൽ നിന്നും ഈ ദീനിനെ മോചിപ്പിച്ചത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾക്കിടയിൽ ചുംബിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ലൗഉസ് സബാഹിൽ ഈ സംഭവം പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ സ്ഥാനം അദ്വിതീയമാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവം, ജയിലിൽ കിടന്ന് പറഞ്ഞ വാക്കുണ്ട്. മാ യുഫഅലു ബി അഅദാഇ, എൻ്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇബ്നു തൈമിയ്യ സ്വയം വെളിപ്പെടുത്തുകയാണ്. ജന്നത്തി വ ബുസ്താനി ഫീ സദ്രി, സ്വർഗവും സ്വർഗപൂങ്കാവനവും എൻ്റെ ഹൃദയത്തിലാണ്. എന്നെ ഇവർക്ക് ജയിലിൽ അടച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ സ്വർഗവും സ്വർഗ പൂന്തോട്ടങ്ങളും എൻ്റെ മനസ്സിലാണുള്ളത്. ഹബ്സി ഹൽവ, എന്നെ ഇവർ തടവിലിട്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഏകാന്തതയിൽ എനിക്ക് എൻ്റെ റബ്ബിനോട് കൂടുതൽ അടുക്കാൻ അവസരമായി കഴിഞ്ഞു. അപ്പോഴും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വനഫീ സിയാഹ, ഇനി അവർ എന്നെ നാട് കടത്തിയാൽ അത് വിജ്ഞാനദാഹിയായ എന്നെ സംബന്ധിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ട് സഞ്ചരിച്ച് ആസ്വദിക്കാനും അനുഭവിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ഒരു കാരണമായി തീരും. നാട് കടത്തിയാൽ പല രാജ്യങ്ങളും അപ്പോൾ കാണാമല്ലോ. വഖത്ലി ഷഹാദ, ഇനി അവർ ഇവിടെ എന്നെ കൊന്നുകളഞ്ഞാൽ രക്തസാക്ഷിത്വമാണ് എനിക്ക് ലഭിക്കുക. പിന്നെ എന്നെ എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ ശത്രുക്കൾക്ക്? ഈ ചോദ്യം ഒരു 10 ദിവസം മുൻപ് ലോകത്ത് രണ്ടാമതൊന്ന് പറഞ്ഞയാൾ ഖാംനഈ എന്നയാളാണ്, ഇറാൻ്റെ പരമോന്നത നേതാവ്. നമ്മളൊന്ന് കൂട്ടി വായിച്ചു നോക്കി. ഇത് ഷെയ്ഖുൽ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ ജയിലിൽ വെച്ച് പറഞ്ഞ വാക്കാത്. പക്ഷെ അത് ഇദ്ദേഹം പറഞ്ഞപ്പോൾ അതിനിഞ്ഞ് ഷഹാദത്തും മറ്റും കൊടുക്കാൻ നമുക്ക് പറ്റുമോ? അയാൾ ഷീ അല്ലേ എന്നിടത്തേക്ക് മാറി. ഞാൻ പറഞ്ഞത് ഒരു കാര്യം ആര് പറയുന്നു എന്നതല്ല,
അത് ശരിയോ തെറ്റോ എന്ന് അംഗീകരിക്കാനുള്ള മനസ്സ്, അതൊരു തൻ്റെടമാണ്. അതാണ് റമളാൻ വീണ്ടെടുപ്പിലെ ഏറ്റവും ആർജവമുള്ള അറിവ്. അത് സൂചിപ്പിക്കാനാണ് ഈ താരതമ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 2, നമ്മൾ രാപകൽ പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ പല പ്രാർത്ഥനകളും റമളാൻ നമുക്ക് സാക്ഷിയായി നിന്ന് ബോധ്യപ്പെടുത്തിയത് നിങ്ങളുടെ ദുർബലതയോ ആൾബലമില്ലായ്മയോ ശക്തിയില്ലായ്മയോ ഒന്നും നിങ്ങൾക്ക് പരാജയമല്ല. പക്ഷെ നിങ്ങളുടെ വിജയം ഇനി ആൾക്കൂട്ടത്തിലോ ശക്തിയിലോ ബലത്തിലോ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ സഹായത്തിലാണ്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനുകളെ സഹായിക്കുക അത് നിശ്ചയമായും എൻ്റെ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സ്വയം പ്രഖ്യാപിച്ചത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ഇത് രണ്ടും ജയാപജയത്തിന് ഒരളവുകോലല്ല. അതുകൊണ്ടാണ് 313 പേര് മാത്രമുള്ള സഹാബികളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തു. ആ ദുആയുടെ ഉത്തരം അവരെ അത്യാത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ആരെ? ഈ 313 അല്ലെങ്കിൽ 317 സഹാബികളെ. അവർ പോലും ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഓരോ മുറിപാടുകളും ഞങ്ങൾ പരിശോധിച്ചതാണ് ബദർ മരുഭൂമിയിൽ. അപ്പൊ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് മുറിവുകളെല്ലാം. ഞങ്ങളുടെ വാൾത്തലപ്പ് അല്പമെങ്കിലും ഏശിയിരുന്നുവെങ്കിൽ രക്തം കിനിക്കുമായിരുന്നു. ഇതങ്ങനെയില്ല. ഇതെന്താ സംഭവിച്ചെന്നത് പോലും ഞങ്ങൾക്കറിയില്ല എന്നാണ്. ഇത് അവർ അവരുടെ ഒരു അനുഭവം പറഞ്ഞ, ഒരു ദുആഇന്റെ ഫലം ആസ്വദിച്ചതിലുള്ള ഈമാനികമായ അനുഭൂതി നുകർന്ന് പറഞ്ഞ വാചകം. അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു. അത് മണലാരുണ്യത്തിലാണ്, സുജൂദിലായിരുന്നു. ആ മണല് നബിയുടെ ശരീരം മുഴുവനും തെറിക്കുകയും പാറിപ്പറക്കുകയും ഒക്കെ ചെയ്ത അവസ്ഥയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ് അബദ. അല്ലാഹുവേ, ഈ ഒരു ചെറിയ ഒരു നിരയെ നീ ഇല്ലാതാക്കിയാൽ, നശിപ്പിക്കപ്പെട്ടാൽ, പിന്നെ ലോകത്ത് ധർമ്മം സ്ഥാപിക്കുന്ന, ധർമ്മവ്യവസ്ഥ ഏറ്റെടുക്കുന്ന, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഈമാൻ ഉൾക്കൊണ്ടിട്ട് നിന്റെ മാർഗത്തിൽ ചരിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ആരും ഈ ലോകത്ത് ഇനി അവശേഷിക്കില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ വഉറാത്തുൻ വജിയാൾ. അല്ലാഹുവേ, വിശന്നൊട്ടിയ വയറിൻ്റെ ആളുകളാണിവർ. അതിദാരിദ്ര്യം എത്രയോ നാളുകളായി. നമ്മൾ റമളാനിൽ വയറ് നിറഞ്ഞ ശേഷമാണ് അവരെ ഓർക്കുള്ളൂ. അല്ലെങ്കിൽ അടുപ്പത്ത് ഭക്ഷണം പാകമായതിനു ശേഷം ബദർ മൗലൂദ് പള്ളിക്കകത്ത് ചെയ്യുള്ളൂ. കാരണം ഇത് തിന്നാലോ എന്നോർത്ത്. അവരന്ന് പറഞ്ഞ വാചകം വേറെയാണ്. ഇവർ ഈ വിശന്നൊട്ടിയ വയറിൻ്റെ ആളുകളാണ്. വിശന്ന് സഹിക്കാൻ പറ്റണില്ല, ദുർബലരാണ്, എണ്ണം കുറവാണ്, ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അതിനേക്കാൾ അതിദൈന്യമായ അനാരോഗ്യത്തിലുമാണ്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പനി ബാധിച്ചിട്ട് പിടിച്ച് കുടഞ്ഞു കളഞ്ഞ, ഈ മക്കയിൽ നിന്ന് വന്ന ഉടനെയാണല്ലോ ഇത്, ആ ഒരു വർഷക്കാലം മദീനയിലെ സഹാബികളുടെ ആരോഗ്യാവസ്ഥ, വിറയാർന്ന ശരീരത്തിൻ്റെ ഉടമകൾ, പട്ടിണിയുടെ ആധിക്യം, ഒരു സ്ഥലത്തും ഒന്നുമില്ല. അല്ലാഹുവേ, ഇവര് പട്ടിണി കിടക്കുന്നവരാണ്, ഇവർക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകണം. ഇവർക്ക് വസ്ത്രമില്ല,
എത്രത്തോളം വസ്ത്രമില്ല, നമ്മളെപ്പോലെയൊന്നുമല്ല. നമ്മളിപ്പോൾ ഓരോന്നോരോ നേരവും മാറും. അവർ തണുപ്പ് കാലം വരുമ്പോൾ ഈ ഒറ്റമുണ്ടല്ലാതെ രണ്ടാമതൊരു മുണ്ടുള്ള സഹാബികൾ നബിയുടെ കൂടെ അന്നില്ല. നമ്മൾ ഈ ടെക്സ്റ്റൈൽ തക്കവയായിട്ട് അടക്കമുള്ള ആൾക്കാർ, അവരെയാണ് പഠിപ്പിക്കേണ്ടത്. ഈ ഒറ്റമുണ്ട് ഉടുക്കും, വേനൽക്കാലത്ത് അരയിൽ വെച്ച് കൊടുക്കും, വർഷകാലത്ത് തണുപ്പ് വരുമ്പോൾ അത് ഏങ്കോണിച്ച് കഴുത്തിലേക്ക് കയറ്റി കെട്ടും. ആ ഒരു മുണ്ടാണ് ആകെയുള്ളത്. നമ്മളത് ഓർക്കുമ്പോൾ അതിദൈന്യത തോന്നിപ്പോകും. വസ്ത്രമില്ലായ്മ, വാഹനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെരിപ്പ് പോലുമില്ല. അത് തബൂക്കിലേക്ക് പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച കുറച്ച് കാരക്കയുണ്ട്. ചിലരുടെ അടുത്ത് 8 എണ്ണം, ചിലരുടെ അടുത്ത് 4 എണ്ണം, ചിലരുടെ കയ്യിൽ 7 എണ്ണം കാരക്കയെ. നമ്മളിപ്പോൾ ഏറ്റവും വില കൂടിയ ഈത്തപ്പഴം ഉപയോഗിച്ചാണ് നോമ്പ് തുറക്കണത്. അവർ ഈ ജീവിതത്തെ പിടിച്ചു നിർത്തിയത് 2, 3, 4 കാരക്ക കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇതെല്ലാം ഈ റമദാനിൽ നമ്മൾ പഠിച്ചതാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ദാഹം കൂടും, വിശപ്പും കൂടും. അപ്പം ഞങ്ങളൊരു കാരക്ക 2ആയിട്ട് പൊട്ടിച്ച് അതിൻ്റെ ഒരു ചീള് വായിലിടും, എന്നിട്ട് കടിച്ച് കഴിക്കും, എന്നിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ നല്ല മധുരവും ടേസ്റ്റുമാണ്, വയറ് നിറച്ച് വെള്ളം കുടിക്കും. എന്നിട്ട് അത് ആ കാരക്കയുടെ പീസ് വീണ്ടും എടുത്ത് മടിയിൽ വയ്ക്കും. വീണ്ടും ഞങ്ങൾ സഞ്ചരിക്കും. തബൂക്ക് യുദ്ധം നിങ്ങൾ ജീവിതത്തിൽ ഈ റമദാനിലെങ്കിലും ഒന്ന് വായിക്കണം കേട്ടോ. ഇത് നമ്മളിപ്പോൾ രാഷ്ട്രീയം പറയാൻ കിടക്കണല്ലേ ഉള്ളൂ, ഇലക്ഷൻ ഇപ്പോൾ പ്രഖ്യാപിക്കും. ഇതൊന്നും വായിക്കരുത്. വീണ്ടും ഞങ്ങളതെടുത്ത് വായിലിടും, എന്നിട്ട് വെള്ളം കുടിക്കും. വിശപ്പും മാറും, ദാഹവും മാറും. അത്രയധികം ചെരിപ്പെന്നല്ല, നടന്നിട്ട് കാൽപാദങ്ങളുടെ അടിയിൽ കുമളം വന്ന് പൊള്ളിയിട്ട് വീണ്ടും മണലാരണ്യത്തിലൂടെ അടക്കുമ്പോൾ അത് പൊട്ടും. ആ പൊട്ടിയാൽ അതിനിടയിൽ ഈ മണൽ കയറും. ഇനി നിങ്ങൾ ബാക്കിയൊന്ന് ആലോചിച്ച് നോക്കുക, മരണവേദന. പക്ഷെ അവരുടെ മുൻപിൽ പടച്ചവൻ്റെ വഴിയാണ്, മാർഗമാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് അവരുടെ മുന്നിൽ നടക്കുന്നത്, മാതൃക. ആ നബിയെയാണ് അവർ പിന്തുടരുന്നത്. അവർക്ക് ഈ ദുനിയാവിൽ ഇതൊന്നൊരു വിഷമമായിട്ട് തോന്നിയില്ല. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു. ഇവരൊന്നും അറിഞ്ഞില്ല. അത് ഖുർആൻ നേർക്ക് നേരെ സാക്ഷ്യപ്പെടുത്തി. നാം മലക്കുകളെ അയച്ചു. പിന്നെ ഇവർക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ, അവരെ സഹായിച്ചു. അതാണ് ഈമാനിൻ്റെ തവക്കുലിൻ്റെ അനന്തര ഫലം അനുഭവിച്ച ഒരു റമദാൻ. ഇതാണ് അള്ളാഹുവിലെല്ലാം ഏൽപ്പിക്കുകയും ഈമാനിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ വകദാലിക ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കുക എന്നത് എൻ്റെ ബാധ്യതയാണ്. അവർ നമ്മിൽ അവരെ തന്നെ സമർപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വല്ലാത്ത പാഠമാണ്. അതാണ് നമ്മൾ പഠിച്ച 2ാമത്തെ പാഠം. 3, എന്തിനാണ് നമ്മൾ ഈ സ്വതക്കയും സക്കാത്തും, സക്കാത്തുൽ ഫിത്തറും, ഹദിയയും, നദറും, ഫിദിയയും ഒക്കെ നൽകുക? നമ്മുടെ എല്ലാ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു മാസക്കാലമാണ് റമദാൻ. വർത്തമാനത്തിൽ പിഴവ് വരാം, നോട്ടത്തിലും ചിന്തയിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും. ഇത് ശുദ്ധീകരിക്കണം. അതിനെന്താണ് വഴി? പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. എന്ത് പരിഹാരവും ഭക്ഷണം നൽകുന്നതിലൂടെയാണ് നേടുക. ഒരു യുവമിഥുനങ്ങൾ വിവാഹം കഴിഞ്ഞത് റമദാനിലാണെന്ന് വെച്ചാൽ അവർ തന്നെ അവരുടെ അനിയന്ത്രിത ജീവിത അല്ലെങ്കിൽ ഇച്ഛ, താല്പര്യം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഖുർആൻ പറഞ്ഞു 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. പരിഹാരമായി അവരുടെ ജീവിതത്തിലെ ആ ഒരു ബന്ധത്തിന് പരിഹാരമായി. അവരെ ആക്ഷേപിക്കുകയൊന്നുമല്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ 60 പേര് അവരുടെ ജീവിതത്തിൽ ഭക്ഷ്യം ലഭിക്കുകയാണ്. 60 പേർക്ക് 2 മാസം അല്ലേ നോമ്പ് പിടിക്കണം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധുവിനൊരു ചെറിയ വീട് വെച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അന്നാണ് അടിമയുണ്ടായത്. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 2 വീടിൻ്റെ കാശ് വേണം. ഇന്നൊരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ
ഒരു മനുഷ്യനും ഓരോ കുടുംബത്തിനും അവൻ്റെ ജീവിത കുറവുകളുടെ പരിഹാരത്തിന് ഒരു സാധുവിനൊരു വീട് വെച്ച് കൊടുത്താൽ മതി. എത്ര വലിയ ഇത്! സക്കാത്തുൽ ഫിത്തറിനെ കുറിച്ച് നബി പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് സാധുക്കൾക്ക് ഭക്ഷണവുമാണ്, അവർക്ക് വയറ് നിറയലാണ്. ധനികരെ സംബന്ധിച്ച് അവരുടെ ശുദ്ധീകരണമാണ്. മൂന്നാമതൊരു വാക്കുകൂടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് നീ നൽകിയത് എത്രയോ അതിൽ കൂടുതലായി അള്ളാഹു നിനക്ക് തിരിച്ചു തരും. അപ്പൊ റമദാനിൽ നമ്മൾ നൽകുകയാണല്ലോ, ഫിത്ർ സക്കാത്തായിട്ടും സക്കാത്തൊക്കെ ആയിട്ടും. അതിൻ്റെ ഫലവും അനുഭവ ഗുണമൊക്കെ വിവരിച്ചിട്ടാണ് നബി പറഞ്ഞത്. ഇമാം ബൈഹഖിയുടെ ഉദ്ധരണം, ഇബ്നു മാജ, അങ്ങനെ കുറേയധികം ഹദീസിന്റെ കിതാബുകളിൽ, സാദുൽ മആദിലാണ് അത് എടുത്തുദ്ധരിച്ചത്. അത് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്, നിനക്ക് കൊടുത്തതിൻ്റെ ഇരട്ടി അള്ളാഹു നൽകും. അതങ്ങനെ നൽകും എന്ന വാഗ്ദത്വം നിറവേറ്റപ്പെട്ടതിന് നമ്മൾ സാക്ഷികളാകുന്നു ജീവിതത്തിൽ. കഴിഞ്ഞ റമദാനും ഈ റമദാനും തമ്മിലൊരു താരതമ്യ പഠനം നടത്തി നോക്ക്. നമ്മളെന്തോരം മാറി, എത്ര വളർന്നു, എത്ര ജീവിത സൗകര്യങ്ങൾ ഉണ്ടായി. ഇതൊക്കെയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഐശ്വര്യം ഉണ്ടാവുക എന്നത് വളരെ ശരിയാണ്. അത് നമ്മുടെ ഒരു ആവശ്യമാണ്, ആർത്തിയാണ്, ആഗ്രഹമാണ്. ചിലപ്പോൾ അത്യാഗ്രഹമായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലിയ ആഗ്രഹമായിരിക്കണം നമ്മുടെ ആരോഗ്യം. ആരോഗ്യവും ഐശ്വര്യവും രണ്ടും ചേർന്ന് വന്നാൽ അതിൽ തിരഞ്ഞെടുക്കേണ്ടത് ആരോഗ്യത്തെയാകുന്നു, ഐശ്വര്യമല്ല. ഐശ്വര്യം കൊണ്ട് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല. ആരോഗ്യം കൊണ്ട് ഐശ്വര്യത്തെ വീണ്ടെടുക്കാൻ കഴിയും. നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയ നസീഹത്താണ്, ഈ റമദാൻ ഏറെ ധന്യമായ നിലയിൽ അനുഭവിക്കാൻ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ, ഈമാനിൽ ശക്തിപ്പെടാൻ, സർവവും പടച്ചവനിൽ ഏൽപ്പിച്ച് സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.